വർക്കലയിൽ 20 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് റെസ്റ്റോറന്റിൽ നടത്തിയ പരിശോധനയിൽ ആഴ്ചകൾ പഴക്കമുള്ള ഇറച്ചി പിടികൂടി. ബന്ധപ്പെട്ട് ഇതേ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച വകയിൽ ഒരുപാട് പേര് ഇപ്പം ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ധാരാളം പേര് ഇവിടെ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാൻ കഴിയുന്നത് ഈ ഹോസ്പിറ്റലിന് വെളിയിലും മറ്റു ഹോസ്പിറ്റലിലും ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇത്തരത്തിൽ ആളുകൾ ഫുഡ് പോയിസണുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇങ്ങനെ ആളുകൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഗോപാൽ ശിലാസറൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗോപാൽ, ഇത് ഏത് റെസ്റ്റോറൻ്റ് ആണ്? ഇവിടുന്ന് കഴിച്ചതുകൊണ്ട് തന്നെയാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? ഈ റെസ്റ്റോറൻറ്റിനെതിരെ എന്തെങ്കിലും നടപടി ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ഹോട്ടൽ സീൽ ചെയ്തിട്ടുണ്ട്. വർക്കല ക്ഷേത്രം റോഡിലുള്ള സ്പൈസ് എന്ന റെസ്റ്റോറന്റ് ആണ്, അറബിക് റെസ്റ്റോറന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. അതിൽ 12 പേർ വർക്കലയിലുള്ള വിവിധ സ്വകാര്യ ആശുപത്രികളിലും ബാക്കി 8 പേർ വർക്കല താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമായി പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് കുഴിമന്തി, അൽഫാം തുടങ്ങിയ അറബിക് വിഭവങ്ങൾ കഴിച്ചവർക്കാണ് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായത്. ഈ ഭക്ഷണം കഴിച്ചവരെല്ലാവരും ഒരു ദിവസം തന്നെ ഇവിടെ നിന്ന് കഴിച്ചവരാണ് എന്നതാണ് ഇപ്പോൾ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. നഗരസഭ ആരോഗ്യ വിഭാഗവും ഹെൽത്ത് സ്ക്വാഡും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ, ആഴ്ചകൾ പഴക്കമുള്ള ഇറച്ചി അടക്കമുള്ള വസ്തുക്കൾ കണ്ടെടുത്തു. ഇതിനോടകം തന്നെ ഹോട്ടൽ സീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി തുടർ നടപടികൾ നിയമപരമായി നീങ്ങുമെന്ന് ഹെൽത്ത് വിഭാഗം അറിയിച്ചിട്ടുണ്ട്.